കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ദൈവം സ്നേഹമാണ് എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാനിലൊക്കെ പറയുന്നില്ലേ, ദൈവം സ്നേഹമാ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാ അവനെ അറിയുവാനും അവന്റെ പാദപീഠത്തിലായിരിക്കാനും ഒക്കെ ഈ ഒരു മഹാസൗഭാഗ്യത്തെ നമുക്ക് ലഭിച്ചത്. അനേകർക്ക് ലഭിക്കാത്ത ഒരു മഹാസൗഭാഗ്യമാ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നത്. കാരണം എന്താ? കർത്താവ് നമ്മെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ സ്നേഹിച്ചതിനാൽ മറ്റാർക്കും കൊടുക്കാത്ത സൗഭാഗ്യം നമുക്ക് തന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ലോകത്തിൽ ആരും നിന്നെ സ്നേഹിപ്പാനില്ലായിരിക്കാം, എന്നാൽ കർത്താവ് നിന്നെ സ്നേഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിനക്ക് നിന്ദകളെ ഉള്ളായിരിക്കാം, ലോകത്തിൽ നിന്നെ നിന്ദിപ്പാനെ ആളുകൾ ഉള്ളായിരിക്കാം, എന്നാൽ നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സകല ഭാരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. ഇന്ന് പകൽക്കാലം ഭാരത്തോടെയാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം നിരാശയോടുകൂടി അവന്റെ സന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ആരാധനയുടെ മധ്യത്തിൽ നിന്റെ ഭാരങ്ങൾ അവന്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. നിന്റെ ചുമടുകൾ അവന്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. അവൻ നിന്നെ സ്നേഹിക്കുന്നു, അവൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, അവൻ നിന്റെ വിഷയത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ്. ഒന്ന് നമുക്ക് മനസ്സിലായി, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മോട് തന്നെ, നമ്മുടെ ഹൃദയത്തോട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മെ സ്നേഹിക്കാൻ നമുക്കറിയാം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നാം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ബന്ധുമിത്രാദികളെ നാം സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരു ചിന്ത കഴിഞ്ഞ ദിവസം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. യേശുവിനെ അറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, യേശുവിനെ അറിഞ്ഞതിനാൽ നമുക്ക് എന്താ ലഭിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാട്ടെ. യേശുവിനെ സേവിക്കുന്നതിനാൽ യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവനും യേശു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യവുമാ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ആർക്കും ഈ വിഷയം അറിയാതെയില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ യേശുവിനെ സേവിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് ഇതാ: നിത്യരാജ്യം ലഭിക്കും, നിത്യജീവൻ ലഭിക്കും, യേശുവിനോടൊപ്പം സ്വർഗത്തിൽ വാഴുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന, നമ്മുടെ ചുറ്റും താമസിക്കുന്ന, നമ്മൾ നിത്യേന കാണുന്ന, ഡെയിലി കാണുന്ന ആ സുഹൃത്തുക്കളെ, നമ്മുടെ ഉറ്റവരെ, ഉടയവരെ, നമ്മുടെ ചാർച്ചക്കാരെ, നമ്മുടെ ബന്ധുക്കളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എന്റെ മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ എന്നും നിത്യേന വർത്തമാനം പറയുന്ന, കുശലങ്ങൾ അന്വേഷിക്കുന്ന എന്റെ സുഹൃത്തുക്കളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ? യേശു നമ്മളെ വിളിച്ചു, നമ്മൾ യേശുവിനെ അറിഞ്ഞു. യേശുവിനെ അറിഞ്ഞ് നമുക്കറിയാം, നമുക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യജീവനാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗരാജ്യമാ. അങ്ങനെയെങ്കിൽ ഈ സ്വർഗരാജ്യത്തെ പറ്റി നീ നിന്റെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരും ആരുടെയും കുടുംബം നശിച്ചു പോകുന്നത് ആഗ്രഹിക്കത്തില്ല. നമ്മൾ നമ്മുടെ കുടുംബം നശിച്ചു പോകുവാൻ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ മാതാപിതാക്കൾ നശിച്ചു പോകുവാൻ ആഗ്രഹിക്കത്തില്ല. നമ്മുടെ സുഹൃത്തുക്കൾ വീണു പോകുവാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ കുടുംബത്തെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ സുഹൃത്തുക്കളെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പേരൻസിനെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ബന്ധുക്കളെ, നിന്റെ ചാർച്ചക്കാരെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത എത്രയോ പേർ നിന്റെ ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സൗഭാഗ്യത്തെ നിനക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് നിന്റെ കുടുംബത്തോട്, നിന്റെ കുഞ്ഞുങ്ങളോട്, നിന്റെ പേരൻസിനോട്, നിന്റെ സുഹൃത്തുക്കളോട് ഈ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ, ഈ സ്വർഗരാജ്യത്തിന്റെ ആഴങ്ങളെ, ഈ സ്വർഗരാജ്യത്തിന്റെ സൗഭാഗ്യങ്ങളെ നിനക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നില്ല? യഥാർത്ഥമായി നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
ഈ അവകാശത്തിന് യോഗ്യരായി തീരുവാൻ തക്കവണ്ണം. എന്തുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ ഈ അവകാശം അവർക്ക് പ്രാപിക്കത്തക്കവണ്ണം ഈ വചനത്തിന്റെ മർമ്മങ്ങളെ അവർക്ക് നീ പറഞ്ഞു കൊടുക്കുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഒരു പുതിയ തീരുമാനം എടുത്താട്ടെ. ഞാൻ എന്റെ കുടുംബത്തെ സ്നേഹിക്കുക കർത്താവേ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക കർത്താവേ, ഞാൻ എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുക കർത്താവേ, എന്റെ ബന്ധുമിത്രാദികളെ ഞാൻ സ്നേഹിക്കുക കർത്താവേ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്നൊരു തീരുമാനം എടുക്കുകയാ. ഞാൻ അറിഞ്ഞ ഈ ജീവന്റെ വചനത്തെ ഇനി ഞാൻ അവരോട് പറയും. ഞാൻ അറിഞ്ഞ ഈ സൗഭാഗ്യം എന്റെ കുടുംബത്തിൽ അനേകർ അത് അറിയാതിരിക്കുമ്പോൾ ഇനി ഞാൻ ഒരു പുത്തൻ തീരുമാനം എടുക്കുന്നു. അവരോട് ഞാൻ ഈ വചനത്തിന്റെ ആഴങ്ങൾ പറയും. ഞാൻ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യം, എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ നിത്യരാജ്യം അവകാശമാക്കി പ്രാപിപ്പാൻ തക്കവണ്ണം ഞാൻ പ്രാപിച്ചതിനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു പോയാട്ടെ. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ സുഹൃത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നവനാ. അങ്ങനെയെങ്കിൽ സുഹൃത്തിന്റെ നന്മ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സുഹൃത്തുക്കളോട് നമ്മൾ എന്ത് പറയണം? ദൈവത്തിന്റെ വചനത്തെ പറയുവാൻ തയ്യാറാകണം. ആശ്വാസത്തിന്റെ വചനത്തെ പറയുവാൻ തയ്യാറാകണം. ആശ്വാസമില്ലാതെ ഭാരപ്പെടുന്നവർ പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന നിന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ വചനം ഉയർത്തി കാണിച്ചിട്ട് പറയണം, ഈ വചനം നിന്നെ ആശ്വസിപ്പിക്കും കേട്ടോ. നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ സഹോദര? നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ സുഹൃത്തെ? ഈ വചനത്തിന് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സുഹൃത്തെ നിനക്ക് കഴിയുന്നില്ലേ? ഈ വചനത്തിന് നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പകൽക്കാലം എത്ര പേര് തീരുമാനമെടുത്ത്? പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ആഴങ്ങളെ, ഞാൻ അറിഞ്ഞ സൗഭാഗ്യത്തെ ഞാൻ അനേകരോട് പറയുമെന്നൊരു പുതിയ തീരുമാനത്തോടു കൂടെ വേണം ഇന്ന് ഹല്ലേലൂയ ഇവിടെ നിന്ന് നമ്മൾ കടന്നു പോകുവാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിലൊക്കെ ഈ സീനായി വർഷിപ്പ് സെന്റർ നിറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹല്ലേലൂയ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള പ്രതിഫലം എവിടെയുണ്ട്? നമുക്ക് അതിനുള്ള പ്രതിഫലം സ്വർഗത്തില. ഇവിടെ നിന്ന് പ്രൈസ് ദി ലോർഡ് നമുക്കൊന്നും കിട്ടുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവവേദലേ, സ്വർഗത്തിൽ നിനക്കുള്ള പ്രതിഫലം വലുതായതുകൊണ്ട് ഇന്ന് പകൽക്കാലം തീരുമാനമെടുത്തോണം. ഞാൻ ഇനി കടന്നു വരുമ്പോൾ എന്നോടൊപ്പം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം ഒരു വ്യക്തിയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ അറിഞ്ഞ സൗഭാഗ്യത്തെ അവനും അറിയട്ടെ. ഞാൻ പ്രാപിക്കുന്ന നിത്യരാജ്യത്തെ അവനും പ്രാപിക്കട്ടെ. ഞാൻ അറിഞ്ഞ യേശുവിനെ അവനും അറിയട്ടെ. എനിക്ക് വിടുതൽ തന്ന കർത്താവിനെ അവനും അറിയട്ടെ. എനിക്ക് വിടുതൽ ലഭിച്ചതുപോലെ അവന്റെയും ജീവിതത്തിൽ വിടുതൽ ലഭിക്കട്ടെ. എന്റെ പ്രശ്നങ്ങൾ മാറിയതുപോലെ അവന്റെയും ജീവിതം പ്രശ്നങ്ങൾ മാറട്ടെ. അവൻ ദൈവവേദനായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം കഴിഞ്ഞ നാളുകളിലൊക്കെ എന്റെ ഹല്ലേലൂയ വളരെ ഒരു ഭാരമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചിട്ടും ചെറിയൊരു കൂട്ടമേ ഉള്ളൂ. കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ ഭാരപ്പെടുവാൻ ഇടയായിത്തീർന്നു. കർത്താവേ, ഈ കൂട്ടത്തിന് ഒരു വർധനവ് തരണമേ. ഹല്ലേലൂയ. ഇന്നിവിടെ നമ്മൾ അല്പം ചിലരെ ഉള്ളൂ എങ്കിലും ഇന്ന് ഓൺലൈനിലൂടെ വചനം കേൾക്കുന്ന അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ ആശ്വസിപ്പിക്കാൻ ഇടയായിത്തീർന്നു. അല്പമേ ഇവിടെ ഉള്ളെങ്കിലും ദൂരത്തിരുന്ന് വചനം കേൾക്കുന്ന അനേകർ ഇന്ന് ഓൺലൈനിലൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിലൂടെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൂരത്തിരുന്ന് വചനം കേൾക്കുമ്പോഴൊക്കെയും ഹല്ലേലൂയ നിങ്ങളുടെ വിഷയത്തിന്റെ മധ്യത്തിൽ എന്റെ കർത്താവ് ഹല്ലേലൂയ പ്രവർത്തിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മെയും ഓൺലൈനിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജോലി സ്ഥലങ്ങളായിരുന്ന സ്ഥലത്തൊക്കെയും കർത്താവിന്റെ വചനത്തെ മറ്റുള്ളവരോട് പറയുവാൻ, ശക്തിയോടെ പറയുവാൻ കർത്താവ് എനിക്കും അവസരം തന്നു. ഞാൻ എന്റെ ജോലിയിൽ ചെറിയൊരു മാറ്റം വന്നപ്പോൾ എനിക്കൊരു ചെറിയ ഭാരം കടന്നു വന്നുവെങ്കിലും ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഇതുപോലെ ചില മാറ്റങ്ങൾ തന്നപ്പോൾ അതൊക്കെയും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീർന്നു. ഞാൻ വിശ്വസിച്ചു, അങ്ങനെയെങ്കിൽ ഈ ഒരു മാറ്റവും കർത്താവേ ഇത് അനുഗ്രഹത്തിനാ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജോലി സ്ഥലത്ത് അനേകരോട് ദൈവത്തിന്റെ വചനം പറയുവാൻ കർത്താവിനെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ജോലി സ്ഥലത്ത് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. പ്രതികൂലത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോട് ദൈവത്തിന്റെ വചനത്തെ അതിശക്തിയോടുകൂടി പറയുവാൻ, അവർക്ക് ആശ്വാസം പകർന്നു കൊടുപ്പാൻ എന്റെ കർത്താവിനെ ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷം പറഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. തന്റെ കുഞ്ഞിന്റെ അവസ്ഥ പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ കുഞ്ഞിന്റെ അവസ്ഥ ഭാരങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു,
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്റെ കയ്യിൽ ഒന്നുണ്ട്. എന്റെ കയ്യിലുള്ളത് ഈ പ്രാർത്ഥന എന്നൊരു വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ഒരു വാക്കുകൊണ്ടും എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിന്റെ ഒന്നും കൊണ്ടും എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചാൽ നിനക്ക് ആശ്വാസം ലഭിക്കാൻ ഇടയായിത്തീരും. ഞാൻ അവരോട് പറയുവാൻ ഇടയായിത്തീർന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി അതിശക്തിയോടെ വൈകുന്നേരം ഇവിടെ ഇരുന്ന് ആരാധിക്കാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഒരു വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്ന കർത്താവ് അതിശക്തനായ കർത്താവാണ്. നാം വിശ്വസിക്കുന്ന കർത്താവ് ബലഹീനൻ അല്ല, അവൻ ബലമുള്ള കർത്താവാണ്. നാം വിശ്വസിക്കുന്ന കർത്താവ് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകലത്തിന്റെ മേലും അധികാരമുള്ള കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. രോഗത്തെ ശാസിച്ചാൽ രോഗം മാറും. ഭൂതബാധിതരുടെ മേൽ യേശു ശാസിച്ചപ്പോൾ ആ ഭൂതം അഴിഞ്ഞു മാറും. കടലിനെ ശാസിച്ചപ്പോൾ അവൻ ഇളകി മറിഞ്ഞ സമുദ്രം ശാന്തമായി മാറി. അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ പ്രശ്നത്തെ മാറ്റുവാൻ സമയമല്ല വേണോ? അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ നാം ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എത്രത്തോളം സമയം വേണം? യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ സെക്കൻഡുകൾ കൊണ്ടാ ചെയ്യുന്നേ. അങ്ങനെയെങ്കിൽ ദൈവവിതലേ, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും മാറുവാൻ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുവാൻ, നിന്റെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുവാൻ, നിന്റെ ജീവിതത്തിലെ ശോധനകൾ മാറുവാൻ എന്റെ കർത്താവിന് ഒത്തിരി സമയമൊന്നും വേണ്ട. ഒരൊറ്റ സെക്കൻഡിന്റെ പരിപാടിയോളന്ന്. ആമേൻ. ഈ നാളുകളായി ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ നിനക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ ഒരുപാട് സമയം വേണ്ട. ഒരൊറ്റ സെക്കൻഡിന്റെ പരിപാടി എന്റെ കർത്താവിനുള്ളന്ന്. ഹല്ലേലൂയ. യേശു വിടുതൽ, ഹല്ലേലൂയ, അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവല്ലേ? എത്ര പേർക്ക് വിശ്വാസമുണ്ട് യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന? ഹല്ലേലൂയ. യേശു അത്ഭുതം പ്രവർത്തിക്കും. യേശു അത്ഭുതം പ്രവർത്തിച്ച വിധങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഒന്നെങ്കിൽ രോഗി യേശുവിന്റെ അടുക്കലേക്ക് വരണം, അല്ലെങ്കിൽ ഹല്ലേലൂയ യേശു രോഗിയുടെ അടുക്കലേക്ക് ചെല്ലണം. അല്ലെങ്കിൽ അങ്ങനെയല്ല വിടുതൽ സംഭവിച്ചിരിക്കുന്നേ. ഒന്നെങ്കിൽ രോഗി യേശുവിന്റെ അടുക്കലേക്ക് വരണം, ഒന്നെങ്കിൽ യേശു രോഗിയുടെ അടുക്കലേക്ക് വരണം. ഇവിടെ നിന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ ആ കരം നീണ്ട് അങ്ങ് കോട്ടയത്ത് എത്തിക്കഴിഞ്ഞ് അല്ലെ അവിടെ സൗഖ്യം. അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചേ നമുക്ക് കാണാൻ കഴിയത്തില്ല. യേശുവിന്റെ അടുക്കൽ വന്നവന് വിടുതലുണ്ട്. യേശുവിന്റെ അടുക്കൽ വന്നവൻ എന്തുണ്ട്? സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായി തീർന്നു. ഒരു വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്ത് ചെയ്യണം? യേശുവിന്റെ അടുക്കലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പലപ്പോഴും സൗഖ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്താ പ്രശ്നമെന്നറിയാമോ? ഒന്നെങ്കിൽ നീ യേശുവിന്റെ അടുക്കലേക്ക് വരണം, അല്ലെങ്കിൽ യേശു നിന്നിലേക്ക് വരുവാൻ തക്കവണ്ണം നീ നിന്റെ ജീവിതത്തിൽ ഒരു വഴിയൊരുക്കി കൊടുക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിടുതൽ വേണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തു നിന്നിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാണോ? ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തെ ഒന്ന് ഒരുക്കി കാത്തു സൂക്ഷിപ്പാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിഷയത്തിനൊരു വിടുതലുണ്ട്. നിന്റെ വിഷയത്തിന്, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഒരു വിടുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊണ്ട് നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മീക ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ ഈ വിടുവിക്കപ്പെടുവാൻ ഇടയായിത്തീരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരാജയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ പരാജയം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്താണെന്ന് അറിയാമോ? പലപ്പോഴും ഈ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തോൽപ്പിച്ച് കളയുന്നത് എന്താണെന്ന് അറിയാമോ? യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതികൂലത്തിന് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. യേശു നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കഷ്ടതയ്ക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ആ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 2-ാം സങ്കീർത്തനം അതിന്റെ 1ഉം 2ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2-ാം സങ്കീർത്തനം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായത് നിരൂപിക്കുന്നതുമെന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും
അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-ാം വാക്യം പറയുന്നു, ജാതികൾ എന്ത് ചെയ്യുന്നു? കലഹിക്കുന്നു. 2, ജാതികൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നു. ഹല്ലേലൂയ. ജാതികൾ നിരൂപിക്കുന്നു എന്നാ പറഞ്ഞേ. ജാതികൾ ഒന്നും പറഞ്ഞുവെന്നല്ല പറഞ്ഞത്, ജാതികൾ നിരൂപിക്കുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നിരൂപിക്കുന്നത്? ഹല്ലേലൂയ. ഹൃദയത്തിൽ നിരൂപിച്ചു. ഹല്ലേലൂയ. ശത്രു ഹൃദയത്തിൽ നിരൂപിച്ചപ്പോൾ കർത്താവിനത് വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ശത്രു ഹൃദയത്തിൽ നിരൂപിച്ചു കഴിഞ്ഞാൽ, ശത്രു ഹൃദയത്തിൽ നിരൂപിക്കുന്ന വിഷയം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ തെളിവായിട്ട് നിൽക്കുകയാണ്. ശത്രു നിനക്ക് വിരോധമായി നിരൂപിക്കുന്ന ഒരു വിഷയം പോലും, ശത്രു നിനക്ക് വിരോധമായി നിരൂപിക്കുന്ന ഒരു വിഷയം പോലും നീ ദൈവ പൈതലാണെങ്കിൽ നിന്നെ തൊടത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ അഭിഷിക്തനാണോ? നീ ദൈവ പൈതലാണോ? വീണ്ടും ജനിച്ച ദൈവ പൈതലാണോ? ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ടും പറയാം, ശത്രു നിനക്കെതിരെ ഒന്നും നിരൂപിച്ചാൽ പോലും ആ ഒന്നും നിന്നെ തൊടുവാൻ അടയാൻ തീരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യക്തമായത് നിരൂപിക്കുന്നു. ഹല്ലേലൂയ. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ശത്രു നിരൂപിക്കുന്ന ഒന്നും, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ശത്രു തൊഴുത്തുവിടുന്ന ഒന്നും, ഒരു വാക്കും ആ അഭിഷിക്തനെ തകർപ്പാൻ ഇടയായി തീരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശത്രുവിന്റെ ഒരു ആയുധമാ എന്താ? ഈ വാക്ക് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ആയുധമാ വാക്ക് എന്ന് പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും തെറ്റിച്ച് കളഞ്ഞത് ശത്രുവിന്റെ ഒരു വാക്കല്ലേ? ഈ ഫലം കാണിച്ചിട്ട് ശത്രു പറഞ്ഞു, യഹോവ അങ്ങനെയൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ഒരു വാക്കല്ലേ അവർ തെറ്റിച്ച് കളഞ്ഞത്. അപ്പൊ ശത്രു പ്രയോഗിക്കുന്ന, ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന ശത്രു പ്രയോഗിക്കുന്ന ഒരു അസ്ത്രമാ എന്ത്? ഈ വാക്ക് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു വ്യക്തി നമ്മെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ശരീരം വേദനിപ്പാൻ ഇടയായി തീരും. എന്നാൽ ഒരു വ്യക്തി നമ്മെ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് എവിടെയാ വേദനിക്കുന്നത്? നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ അകത്തെ മനുഷ്യനാ വേദനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അടിച്ചാൽ, ഉപദ്രവിച്ചാൽ നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ, നമ്മുടെ അകത്തെ മനുഷ്യൻ വേദനിക്കണമെങ്കിൽ നമ്മെ മുറിപ്പെടുത്തുന്ന ഒരു വാക്ക് പറയുമ്പോൾ അത് നമ്മുടെ അകത്തെ മനുഷ്യനെ വേദനിപ്പിക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു വാക്യത്തിലേക്ക് കടന്നു വരാം. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 6-ാം വാക്യം വായിച്ചാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ദാവീദിന് അവിടെ കടപ്പാൻ കഴിയുകയില്ല എന്ന് വെച്ച് പ്രൈസ് ദി ലോർഡ്. ഒന്ന്, യെബൂസ്യർ ദാവീദിനോട് പറയുന്നു, ഒന്ന്, നീ ഇവിടെ കടക്കുകയില്ല, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ നോക്കി, ദാവീദിന് വിരോധമായി യെബൂസ്യർ പറയുകയാ, ഒന്ന്, നീ ഇവിടെ കടക്കുകയില്ല, 2, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി. പ്രൈസ് ദി ലോർഡ്. ആരോടാ ഈ കാര്യം പറയുന്നത് ഓർത്തു നോക്കണം. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തവനാ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിട്ട് യഹോവ ദാവീദിനെ അഭിഷേകം ചെയ്തതാ. ഈ ദാവീദിനെ നോക്കി യെബൂസ്യർ പറയുകയാ, ദാവീദേ, നീ ഈ പട്ടണത്തിൽ കടക്കത്തില്ല, ദാവീദേ, നിന്നെ തടുപ്പാൻ കുരുടരും മുടന്തരും മതി. ഒരു രാജാവിനെ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ നോക്കിയിട്ട് നമ്മുടെ ശത്രു ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. നമ്മൾ തളർന്നു പോകത്തില്ലേ? നമ്മൾ പിന്മാറി പോകത്തില്ലേ? നമ്മൾ ഇറങ്ങി തിരിച്ച ആ ദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറി പോകത്തില്ലേ? നമ്മൾ ഭയപ്പെടത്തില്ലേ? ഹല്ലേലൂയ. ദാവീദ് ഭയപ്പെട്ടോ? ദാവീദ് ഭയപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ
ദാവീദിനെ നിസാരനാക്കി കളയുന്ന വാക്കുകളാ യെബൂസ്യർ ദാവീദിന് വിരോധമായി പറയുവാൻ ഇടയേറ്റുന്നത്. എന്നാൽ അതിന്റെ നടുവിൽ ദാവീദ് പരാജയപ്പെട്ടില്ല. അതിന്റെ നടുവിൽ ദാവീദ് ബലഹീനനായി തീരുവാൻ ഇടയേറ്റുന്നത്. ദാവീദ് നമുക്കൊരു മാതൃക കാണിച്ചു തരികയാട്ടോ. പ്രൈസലോ, കർത്താവിനെ ആരാധിക്കുന്ന ദൈവവിധലേ, അവനെ സേവിക്കുന്ന ദൈവവിധലേ, ദാവീദിന്റെ നേരെ എപ്രകാരം ഈ യെബൂസ്യർ വാക്കുകൾ തൊടുത്തുവിട്ടോ, ദാവീദിനെ ബലഹീനനാക്കുവാൻ വേണ്ടി എപ്രകാരം ഈ യെബൂസ്യർ വാക്കുകൾ തൊടുത്തുവിട്ടോ, അതുപോലെ നിന്നെ വ്രണപ്പെടുത്താൻ, നിന്നെ മുറിപ്പെടുത്തുവാൻ, നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശത്രു പല വിധത്തിലുള്ള മുറിപ്പെടുത്തുന്ന, വ്രണപ്പെടുത്തുന്ന പല വാക്കുകളും പറഞ്ഞു വിടുമ്പോൾ, ശത്രു തൊടുത്തുവിടുന്ന വാക്കുകൾക്ക് മുമ്പിൽ നീ ബലഹീനനായി പോകരുത്. ശത്രു തൊടുത്തുവിടുന്ന വാക്കുകൾക്ക് മുമ്പിൽ നീ ബലഹീനനായി പോകരുത്, നീ പതറിപ്പോകരുത്. ദാവീദ് അപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നോ, അതുപോലെ ഈ ശത്രുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നീ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, ദാവീദ് സിയോൻ കോട്ട പിടിച്ചതുപോലെ നീയും വാഗ്ദത്ത ദേശം പ്രാപിപ്പാൻ ഇടയായിത്തീരുമെന്ന്. ദാവീദ് ഉറച്ചു നിന്നതുകൊണ്ടല്ലേ ഈ സിയോൻ കോട്ടയെ അവന് പിടിപ്പാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോയാൽ, ശത്രുവിന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുവെന്ന് തോന്നിയാൽ, നീ വീണുപോയാൽ വാഗ്ദത്ത ദേശം ആ ദൈവവിധിലെ നിനക്ക് നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു എന്ന്. ഹല്ലേലൂയ. ദാവീദ് സിയോൻ കോട്ട പിടിപ്പാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. യെബൂസ്യര് ദാവീദിനെ വളരെ ഒരു നിസാരനായിട്ടാ കണ്ടേ. ഹല്ലേലൂയ. യെബൂസ്യര് ദാവീദിനെ വളരെ ഒരു നിസാരനായിട്ടാ കണ്ടേ. എന്നാൽ യഹോവ ദാവീദിനെ മാനിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. അവൻ ആരൊക്കെ നിന്നെ നിസാരനായി കണ്ടാലും ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ടും പറയാം, എന്റെ കർത്താവ് നിന്നെ മാനിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം നിന്നെ പറ്റി എന്തും പറയട്ടെ, എന്നാൽ കർത്താവിന് ഒരു പദ്ധതി ഉണ്ട്, അത് നിറവേറത്തുള്ളെന്ന് എന്റെ കർത്താവ് ശത്രുവിനെ നിന്റെ കരത്തിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. 5-ാം വാക്യത്തിന്റെ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 5-ാം അധ്യായം 10-ാം വാക്യം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോടുകൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീരുവാൻ ഇടയായിത്തീർന്നത്. ദാവീദിനോട് കൂടെ ആരുണ്ട്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ദാവീദിനോട് കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുണ്ടെങ്കിൽ ശത്രുവേ, നിന്റെ ഒരു വാക്കിനും ദാവീദിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ശത്രുവേ, നിന്റെ ഒരു വാക്കിനും ദാവീദിനെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ യഹോവ ദാവീദിനോട് കൂടെ ഉണ്ട്. പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവായ യേശുക്രിസ്തു ഉണ്ട്. യേശു എവിടെയാ വസിക്കുന്നേ? നമ്മുടെ ഹൃദയത്തിലാ വസിക്കുന്നേ, നമ്മുടെ അകത്താ വസിക്കുന്നേ. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നാ പറയുന്നേ. അപ്പോൾ യെബൂസ്യര് ദാവീദിനെ നോക്കി പറഞ്ഞ വിഷയം ആർക്കാ സത്യത്തിൽ കൊണ്ടത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെബൂസ്യർ തൊടുത്തുവിട്ട വാക്ക്, ശത്രു തൊടുത്തുവിടുന്ന വാക്ക് നമ്മുടെ പുറത്തല്ല തൊടുന്നേ. ശത്രു തൊടുത്തുവിടുന്ന വാക്ക് നമ്മുടെ അകത്ത മനുഷ്യനെയാ തൊടുന്നേ. പ്രൈസ് ദി ലോർഡ്. ഉപദ്രവിച്ചാൽ ശരീരത്തിൽ വേദനിക്കും, എന്നാൽ തൊടുത്തുവിടുന്ന വാക്ക് നമ്മുടെ ശരീരത്തെ അല്ല, തൊടുത്തുവിടുന്ന വാക്ക് നമ്മുടെ അകത്ത മനുഷ്യനെ വേദനിപ്പിക്കുന്നേ. അങ്ങനെയെങ്കിൽ യെബൂസ്യർ തൊടുത്തുവിട്ട വാക്ക് ആർക്കാ കൊണ്ടത്? പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ കൂടെ ഒരുവനുണ്ട്, അവൻ സൈന്യങ്ങളുടെ യഹോവയാ. അങ്ങനെയെങ്കിൽ യെബൂസ്യരെ, ദാവീദിനെ വ്രണപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ തൊടുത്തുവിട്ട വാക്കില്ലേ, ദാവീദിനെ തോൽപ്പിക്കാൻ വേണ്ടി, ദാവീദിനെ നിസാരനാക്കി കണ്ടുകൊണ്ട് നിങ്ങൾ തൊടുത്തുവിട്ട വാക്കില്ലേ, അത് ദാവീദിന്റെ അകത്ത് തട്ടിയെങ്കിൽ ദാവീദിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു യഹോവയായ ദൈവമുണ്ട്. ഈ വാക്ക് തൊട്ടത് ദാവീദിനെയല്ല, ഈ വാക്ക് തൊട്ടത് അവൻ സേവിക്കുന്ന അവന്റെ കൂടെയുള്ള യഹോവയായ ദൈവത്തെയാണെന്ന്. ശത്രു നിനക്ക് വിരോധമായി തൊടുത്തുവിടുന്ന വാക്കുകൾ നിന്റെ അകത്ത് വസിക്കുന്ന, നിന്റെ ഉള്ളിൽ വസിക്കുന്ന, നീ സേവിക്കുന്ന അവൻ ആ ക്രിസ്തുവിനെയാ തുറന്നത്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. ബാക്കി ആര് നോക്കിക്കോളും? കർത്താവ് നോക്കിക്കോളും. ഇന്ന് പ്രതികാരം ചെയ്യാൻ നീ പോകണ്ട. ആര് നോക്കിക്കോളും? ദൈവം നിന്റെ കാര്യം നോക്കിക്കോളും എന്ന്. ഹല്ലേലൂയ. യെബൂസ്യര് പറഞ്ഞ വാക്ക്, ഹല്ലേലൂയ, ദാവീദിനോട് പറഞ്ഞ 2 വാക്യങ്ങളാ. ഒന്ന്, നീ ഈ സിയോൻ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കത്തില്ല, കടക്കത്തില്ല. 2, നിന്നെ നേരിടുവാൻ കുരുടരും മുടന്തരും മതി. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ രണ്ട് വാക്ക് മുമ്പോട്ടുള്ള ദാവീദിന്റെ നീക്കങ്ങൾ നോക്കണമേ. ശത്രു ദാവീദിന് വിരോധമായി ഏത് വാക്യങ്ങൾ പറഞ്ഞോ ആ വാക്യം തന്നെ കർത്താവ് ദാവീദിന് വേണ്ടി നിവർത്തിച്ചു കൊടുക്കാൻ ഇടയായിട്ടുണ്ട്. പ്രൈസലോ, ദാവീദിനെ നോക്കി യെബൂസ്യർ പറഞ്ഞത് നീ പട്ടണത്തിന്റെ ഉള്ളിൽ കടക്കത്തില്ലെന്നല്ലേ? ഹല്ലേലൂയ. ദാവീദിനെ നോക്കി ശത്രുവാകുന്ന യെബൂസ്യർ വിളിച്ചു പറഞ്ഞു, നീ ഈ പട്ടണത്തിന്റെ ഉള്ളിൽ കടക്കത്തില്ല. ദാവീദ് എപ്രകാരമാ സിയോൻ കോട്ട പിടിച്ചടക്കിയെന്ന് അറിയാമോ? പ്രൈസലോ, സിയോൻ കോട്ട എന്ന് പറയുന്നത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാ. ഈ കോട്ടയ്ക്ക് ഉള്ളിൽ യെബൂസ്യർ ദാവീദിനോട് പറഞ്ഞു, നീ ഈ കോട്ടയ്ക്കുള്ളിൽ കടക്കത്തില്ല. എന്നാൽ കർത്താവ് എങ്ങനെയാ അത് ചെയ്തെടുത്തെന്ന് അറിയാമോ? ദാവീദിന്റെ സേനാ നായകനായ യോവാബ് ഈ പട്ടണത്തിന്റെ ഉള്ളിൽ കടപ്പാൻ ഇടയായിത്തീർന്നു. പ്രൈസലോ, ദാവീദിനോട് യെബൂസ്യർ പറഞ്ഞു, നീ കോട്ടയ്ക്കുള്ളിൽ കടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ യെബൂസ്യർ കോട്ട അടച്ച് നല്ല സുരക്ഷിതമായി കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി പോലും ഈ കോട്ട വാതിലിലൂടെ അതിന്റെ അകത്ത് കടക്കത്തില്ല. ഒരു വ്യക്തി പോലും കടക്കാതെ വണ്ണം ഈ കോട്ടവാതിൽ അടച്ച് അവർ സുരക്ഷിതരായി കാവൽക്കാരെ നിർത്തി ഈ കോട്ടയെ കാത്തുകൊണ്ടിരിക്കുകയാ. എന്നാൽ സേനാനായകനായ ദാവീദിന്റെ സേനാനായകനായ യോവാബ് എപ്രകാരം അതിന്റെ അകത്ത് കടന്നെന്നറിയാമോ? പ്രൈസലോ, മലമുകളിൽ ഇരിക്കുന്ന ഈ പട്ടണത്തിന്റെ അടിയിലൂടെ ഒരു തുരങ്കമുണ്ട്. പ്രൈസലോ, ഏത് പട്ടണത്തിൽ ദാവീദ് നീ പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞോ? ഏത് പട്ടണത്തിൽ ദാവീദേ നിന്റെ ശത്രുക്കൾ നിന്നെ നോക്കിയിട്ട് ഏത് പട്ടണത്തിന്റെ അകത്ത് നീ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞോ? ആ പട്ടണത്തിന്റെ അകത്ത് കയറ്റിയിട്ട് അവൻ ഒരു സർജിക്കൽ സ്ട്രൈക്കാ ദാവീദ് അവിടെ നടത്തിയത് കേട്ടോ. പ്രൈസലോ, നീ പ്രവേശിക്കത്തില്ല എന്ന് ശത്രു വിളിച്ചു പറഞ്ഞ പട്ടണത്തിന്റെ വെളിയിൽ നിന്നല്ല ദാവീദ് ആക്രമിച്ചത്. നീ പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞ ആ പട്ടണത്തിന്റെ അകത്ത് നിന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് അവർ പോലും അറിയാതെ വണ്ണം ദാവീദിനോട് ചെയ്തെടുപ്പാൻ തക്കവണ്ണം എന്റെ കർത്താവ് അവൻ സേവിക്കുന്ന, അവന്റെ കൂടെയുള്ള, അവന്റെ മേൽ അധിവസിക്കുന്ന യഹോവയ ദൈവം ആ പട്ടണത്തിന്റെ അകത്ത് കൊടുത്തിട്ട് ആ ശത്രുവിനെ അവന്റെ മുമ്പിൽ അവൻ ഏൽപ്പിച്ചു കൊടുപ്പാനിടയെ തീർന്നെന്ന്. എന്റെ കർത്താവിന്റെ പ്രവർത്തി കണ്ടോ? എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ടോ? എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ടോ? സാധാരണ ഒരു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ വെളിയിൽ നിന്ന് ആക്രമിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദാവീദ് യെബൂസ്യരെ ആക്രമിച്ചത് അവരുടെ പട്ടണത്തിന്റെ അകത്ത് നിന്നിട്ടാണ്. നീ ഏത് പട്ടണത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് ശത്രു നിന്നെ നോക്കി പറഞ്ഞോ? ആ പട്ടണത്തിന്റെ അകത്തിന്റെ കർത്താവ് നിന്നെ എത്തിച്ച് ആ പറഞ്ഞ ശത്രുവിനെ ബന്ധിച്ച് കളയുവാനിടയാറ്റുന്ന ഇന്ന് പകൽക്കാലം ദൈവത്തിനെ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നീ ഏത് ദേശത്ത് പ്രവേശിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞോ? ആ ദേശം ഹല്ലേലൂയ ആ ദേശനിവാസികളെ കൊന്നുമുടിപ്പാൻ തക്കവണ്ണം എപ്രകാരം ദാവീദിനെ ഒരുക്കിയോ അതുപോലെ എന്റെ കർത്താവ് നിന്നെ ഒന്ന് ഒരുക്കാൻ പോവുകയാണെന്ന്. ദാവീദിനെ ബലപ്പെടുത്തിയതുപോലെ എന്റെ കർത്താവ് നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ പോവുക. ദാവീദിനെ മാനിച്ചതുപോലെ എന്റെ കർത്താവ് നിന്നെ ഒന്ന് മാനിപ്പാൻ ആഗ്രഹിക്കുക. ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ പരാജയപ്പെടരുത്. ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ ബലപ്പെട്. കർത്താവ് നിന്നെ ശക്തനാക്കുന്നവനല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം അവര് പറഞ്ഞത്, നിന്നെ നേരിടാൻ ആര് മതി? കുരുടരും മുടന്തരും മതി എന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ അവര് ദാവീദിനെ കണ്ടിരിക്കുന്നത് ഹല്ലേലൂയ ഒരു നിസാരനായിട്ടാ. അവൻ ദാവീദിനെ കണ്ടിരിക്കുന്നത് ഒരു യോഗ്യത ഇല്ലാത്തവനായിട്ടാ. ഞാനത് ചോദിച്ചോട്ടെ, നിന്നെ നേരിടാൻ കുരുടരും മുടന്തരും മതി എന്ന് പറഞ്ഞ പട്ടണത്തിന്റെ അകത്ത് ദാവീദ് നീ കടന്നു ചെന്നപ്പോൾ, നിന്റെ സേനാനായകനായ യോവാബ് കടന്നു ചെന്നപ്പോൾ എന്തേ ആ പട്ടണത്തിലുള്ളവർക്ക് കണ്ണ് കാണത്തില്ലായിരുന്നോ? എന്തേ ആ പട്ടണത്തിലുള്ളവർക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നോ? ശത്രു നിന്നെ പറ്റി എന്ത് പറഞ്ഞോ? ഹല്ലേലൂയ, അത് ശത്രുവിന് വിരോധമായി സംഭവിക്കാൻ പോവുക. ശത്രു നിന്നെ പറ്റി എന്ത് വിളിച്ചു പറഞ്ഞോ? അത് ശത്രുവിന് വിരോധമായി സംഭവിക്കാൻ പോവുക. കുരുടരും മുടന്തരും നിന്നെ തോൽപ്പിക്കാൻ മതിയെന്ന് പറഞ്ഞ സ്ഥാനത്ത് നീ ആ പട്ടണത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ, നിന്റെ സേനാനായകനായ യോവാബ് പട്ടണത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ ആ പട്ടണ നിവാസികൾ കുരുടന്മാരെ പോലെയും മുടന്തന്മാരെ പോലെയുമായി തീർന്നില്ലേ? ഹല്ലേലൂയ. ആ പട്ടണ നിവാസികൾ അവരെ കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം കുരുടനെ പോലെയും മുടന്തനെ പോലെയും ആയി തീരുവാനിടയാ തീർന്നില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ ദാവീദെ അവൻ നിന്നെ മാനിച്ചത് കണ്ടോ? ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ ദാവീദെ അവൻ നിന്നെ മാനിച്ചത് കണ്ടോ? എന്താ
ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. Praise the Lord. ദൈവത്തിന്റെ അഭിഷിക്തന് വിരോധമായി ശത്രുവെ നീ ഏത് വാക്ക് തൊടുത്തു വിടുന്നോ അത് തന്നെ നിനക്ക് സംഭവിപ്പാൻ ഇടയാത്തീരുമെന്ന്. ശത്രുവിനെ ഹല്ലേലൂയ നീ തൊടുത്തുവിടുന്ന വാക്കിന്റെ മുമ്പിൽ ഹല്ലേലൂയ ബലഹീനനായി പോകുന്നവനല്ല ദൈവത്തിന്റെ അഭിഷിക്തൻ. നീ തൊടുത്തുവിടുന്ന വാക്കുകൾ അവന്റെ ഉള്ളിൽ വസിക്കുന്ന യഹോവയെ തട്ടിയതെങ്കിൽ, നിനക്ക് നേരെ തൊടുത്തുവിടുന്ന വാക്കുകൾ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ തട്ടുന്നതെങ്കിൽ, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തത് നീയല്ല, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തത് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണെന്ന്. നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തത്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, നിനക്ക് വേണ്ടി വാദിക്കുന്നത്, നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് നിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന് വിരോധമായി ശത്രു കടന്നു വന്നപ്പോഴും ആ ശത്രുവിനെയൊക്കെയും ദാവീദിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1-2 സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നേ, നമുക്ക് വിരോധമായിട്ട് ആരുണ്ട്? ജാതികളുണ്ട്, വംശങ്ങളുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രൈസ് ദി ലോർഡ്, അധിപതികളുണ്ട്, ഭരണാധികാരികളുണ്ട്. ഹല്ലേലൂയ. ഇവരെയൊക്കെ നേരിടാൻ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടേണ്ട കേട്ടോ. ഹല്ലേലൂയ. ഇവരെയൊക്കെ നേരിടുവാൻ, ഈ ശത്രുവിനെ നേരിടുവാൻ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. അവൻ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. അവൻ നിന്നിൽ വസിക്കുന്ന ക്രിസ്തുവില്ലേ? നീ വീണ്ടും ജനിക്കപ്പെട്ട ദൈവവിധനാണോ? നീ ഭാരപ്പെടേണ്ട. നിന്നെ കരുതുവാൻ അവൻ ശക്തനായ കർത്താവാ. നീ നിരാശപ്പെടേണ്ട. നിന്നെ കരുതുവാൻ അവൻ ശക്തനായ കർത്താവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ജാതികളും വംശങ്ങളും യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി നിരൂപിക്കുന്നു. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നേഷൻസ് ആൻഡ് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളും ആൾക്കാരും, പ്രൈസ് ദി ലോർഡ്, അധിവസിക്കുന്നവരും. ഹല്ലേലൂയ. എത്ര രാജ്യങ്ങളുണ്ട്? ഹല്ലേലൂയ. 195 രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് വിരോധമായി നിൽക്കുന്ന രാജ്യങ്ങൾ കണ്ടോ? ഹല്ലേലൂയ. ഈ രാജ്യങ്ങളൊക്കെയും എന്താ? നമുക്ക് വിരോധമായിട്ട് നിൽക്കുകയാ. അവൻ നിവാസികൾ, അതിൽ അധിവസിക്കുന്നവർ നമുക്ക് വിരോധമാ. പ്രൈസ് ദി ലോർഡ്. 7.8 ബില്യൺ ആളുകൾ ഈ ലോകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2020 കണക്കനുസരിച്ച് 7.8 ബില്യൺസ് ആളുകൾ ഈ ലോകത്തിൽ താമസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വിരോധമായി നിൽക്കുന്നത് മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു വലിയ സൈന്യം നിനക്ക് വിരോധമായി നിന്നാലും, ഈ ലോകത്തിന്റെ അധിപതിയായ ശത്രു അവരിലൂടെ നമുക്ക് വിരോധമായി കടന്നു വന്നാലും, ദൈവ പൈതലെ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. എപ്രകാരം യെബൂസ്യരുടെ കയ്യിൽ നിന്ന് യെബൂസ്യരെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തോ, അതുപോലെ ഈ ശത്രുവിനെയൊക്കെയും അവൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ ശക്തനായ കർത്താവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എപ്രകാരം യെബൂസ്യർ ദാവീദിനെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് അവന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കിയോ, അതുപോലെ ശത്രു പലപ്പോഴും പല വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ തൊടുത്തു വിട്ടുകൊണ്ട് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് ഈ വാഗ്ദത്ത ദേശം പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നമ്മെ അന്യമാക്കി കളയുവാൻ ഇതുപോലുള്ള വാക്കുകൾ ശത്രു തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ദാവീദ് പ്രകാരം ശത്രുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ നിന്നോ, ദാവീദ് പ്രകാരം ശത്രുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ബലഹീനനാകാതെ നിന്നോ, അതുപോലെ ഇന്ന് പകൽക്കാലം ദാവീദിനെ പോലെ ബലമുള്ളവരായി നിൽപ്പാൻ തയ്യാറാണെങ്കിൽ യെബൂസ്യരുടെ പട്ടണം സിയോൻ നഗരം എപ്രകാരം ദാവീദിന്റെ കൈകളിൽ അല്ലി ഏൽപ്പിച്ചു കൊടുത്തോ, അതുപോലെ ഈ വാഗ്ദത്ത ദേശവും അവൻ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ശക്തനായ കർത്താവാണെന്ന്. സിയോൻ നഗരം ദാവീദ് പിടിച്ചടക്കിയതുപോലെ വാഗ്ദത്ത ദേശം കർത്താവ് നമുക്ക് വേണ്ടി അവകാശമായി വെച്ചിരിക്കുമ്പോൾ ഈ വാഗ്ദത്ത ദേശത്ത് കടക്കാൻ കഴിയാതെ വണ്ണം, ഈ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരാതിരിപ്പാൻ തക്കവണ്ണം ഈ ശത്രു പലപ്പോഴും പല വാക്കുകൾ കൊണ്ട് നമ്മെ വേദനിപ്പിക്കുകയും ഈ ശത്രു പലപ്പോഴും പല വാക്കുകൾ കൊണ്ട് നമ്മെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ വാക്കുകൾ നിന്നെ പരാജയപ്പെടുത്താതെ വണ്ണം ദാവീദ് പ്രകാരം ബലപ്പെട്ടോ, അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവ പൈതലെ നീ ബലപ്പെടുവാൻ തയ്യാറാണോ? നീ ശക്തിപ്പെടുവാൻ തയ്യാറാണോ? നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാൻ തയ്യാറാണോ? ആ ക്രിസ്തുവിൽ ഒന്ന് ശക്തിപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദാവീദ് പ്രകാരം ദാവീദിന് വേണ്ടി ഈ സിയോൻ കോട്ട കൊടുത്തോ, അതുപോലെ ഈ വാഗ്ദത്ത ദേശവും അവൻ നിനക്ക് വേണ്ടി തരുവാൻ ശക്തനായ കർത്താവാണെന്ന്. ഹല്ലേലൂയ. ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകരുത്. ശത്രുവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ തോറ്റു പോകരുത്.
ദാവീദിനെ പോലെ ബലപ്പെട്. ഈ ദിവസങ്ങളിൽ നിന്നെ തന്നെ അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്ക്. ഹല്ലേലൂയ. ആ ദാവീദിന്റെ കൂടെ യഹോവയെ ദൈവം ഇരുന്നത് പോലെ നമ്മോടൊപ്പം ആ ക്രിസ്തു വസിക്കുന്നുവെങ്കിൽ ശത്രുവിന്റെ ഒരു വാക്കിനും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്ന്. ആ ക്രിസ്തു നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ ശത്രുവിന്റെ ഒരു വാക്കിന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, അവൻ അങ്ങ് ദാവീദിന്റെ കൂടെ ഇരുന്നത് പോലെ എന്നോടൊപ്പം ഇരിക്കണമേ. കർത്താവേ, ദാവീദിനെ എപ്രകാരം അങ്ങ് ബലപ്പെടുത്തിയോ അതുപോലെ എന്നെയും ബലപ്പെടുത്തണമേ. കർത്താവേ, അങ്ങ് ദാവീദിനെ എപ്രകാരം ശക്തീകരിച്ചോ അതുപോലെ എന്നെയും ശക്തീകരിക്കണമേ. ശത്രു എന്റെ ആത്മിക ജീവിതത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ ആ ശത്രുവിന്റെ വശത്ത് നിന്ന് ദാവീദിന് ജയം കൊടുത്തതുപോലെ എനിക്കും ജയം തരണമേ എന്ന് ഇന്ന് പകൽക്കാല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഹല്ലേലൂയ നിരാശപ്പെടേണ്ട കാര്യമില്ല, നീ ഭ്രമിക്കേണ്ട കാര്യമില്ല. ആ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷിക്തനായ യിരെമ്യാവിനെ നോക്കിയിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, യിരെമ്യാവേ, നീ ഉറപ്പുള്ള ഒരു മതിലാ. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവേ, നീ ഉറപ്പുള്ള ഒരു മതിലാ. യിരെമ്യാവിനെ നോക്കിയിട്ട് യഹോവയായ ദൈവം പറയുക, നീ യുദ്ധം നേരിടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തനാ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, ദൈവ പൈതല, നിന്റെ ജീവിതത്തിൽ യുദ്ധം വരത്തില്ലെന്നല്ല കർത്താവ് പറഞ്ഞേ, നിന്റെ ജീവിതത്തിൽ പ്രതികൂലം വരത്തില്ലെന്നല്ല ദൈവം പറഞ്ഞേ. അഭിഷിക്തനായ യിരെമ്യാവിനെ നോക്കിയിട്ട് യഹോവയായ ദൈവം പറയുക, നീ യുദ്ധം നേരിടേണ്ടി വരും, നീ ഒരു താമ്ര മതിലാണെന്നാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യുദ്ധം നേരിട്ടാലും യിരെമ്യാവിനോട് യഹോവയായ ദൈവം പറഞ്ഞു, യിരെമ്യാവേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ശത്രു നിനക്ക് വിരോധമായി കടന്നു വരുമ്പോഴും, ഈ ദേശം നിനക്ക് വിരോധമായി കടന്നു വരുമ്പോഴും, ഈ രാജ്യങ്ങൾ നിനക്ക് വിരോധമായി കടന്നു വരുമ്പോഴും, ഈ ലോകത്തിന്റെ അധിപതിയായ ശത്രു നിനക്ക് വിരോധമായി കടന്നു വരുമ്പോഴും നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ എപ്രകാരമുള്ള ഒരു വ്യക്തിയാ? നീ താമ്ര മതില. ക്രിസ്തുവിൽ പണിയപ്പെട്ട ഒരു മനുഷ്യൻ, ക്രിസ്തുവിൽ പണിയപ്പെട്ട ഒരു ദൈവ പൈതൽ എപ്രകാരമാ? അവൻ ഒരു താമ്ര മതില് പോലെയാ. പ്രൈസ് ദി ലോർഡ്. ഈ താമ്ര മതിലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ശത്രു നിനക്ക് വിരോധമായി കുന്തവും വാളും അമ്പും ആയി കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, നീ ഒരു താമ്ര മതിലാണെങ്കിൽ ശത്രു എയ്തുവിടുന്ന അസ്ത്രങ്ങളുടെ ഹല്ലേലൂയ നിന്നെ മുറിപ്പാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശത്രു നിനക്ക് വിരോധമായി അസ്ത്രങ്ങൾ എയ്തുവിടുമ്പോൾ ഇത് വന്ന് തറയ്ക്കുന്നത് എവിടെയാ? ഈ താമര മതിലില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പണിയപ്പെട്ട ഒരുവൻ, അവന്റെ മൺകൂടാരം മാറും, അവൻ പണിയപ്പെടും, അവൻ ഒരു താമര മതിലായി മാറും. ശത്രു തൊടുത്തുവിടുന്ന അസ്ത്രങ്ങൾ വന്ന് പതിക്കുന്നത് ഈ താമര മതിലിലാണെങ്കിൽ, ശത്രുവേ, നീ എത്ര മൂർച്ചയുള്ള ആയുധങ്ങളുമായി വന്നാലും ഈ താമര മതിലിനെ വെട്ടിയാൽ അതിന്റെ മൂർച്ച പോകുന്നതല്ലാതെ ഈ താമര മതിലിനെ വെട്ടിയാൽ അഭിഷിക്തനെ തകർക്കുവാൻ കഴിയത്തില്ലെന്ന്. ആമേൻ. ക്രിസ്തുവിൽ പണിയപ്പെട്ട ഒരു വ്യക്തി, ക്രിസ്തുവിൽ പണിയപ്പെട്ട ഒരു അഭിഷിക്തൻ താമ്ര മതില് പോലെ നിൽക്കുമ്പോൾ ശത്രുവിന്റെ ആയുധത്തിന്റെ മൂർച്ചകൾ പോകുന്നതല്ലാതെ ശത്രുവെ, നിന്റെ ആയുധത്തിന് ഈ അഭിഷിക്തനെ തകർപ്പാൻ കഴിയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, യേശുവിന് വിരോധമായി ശത്രു പല ആയുധങ്ങളും കൊണ്ടുവന്നപ്പോൾ ഈ കാൽവറി ക്രൂശ് പരാജയപ്പെടാതെ വണ്ണം, ഈ കാൽവറി ക്രൂശിൽ പരാജയപ്പെടാതെ വണ്ണം, ഈ ശത്രുവിനെ യേശുവിനെ തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം അഭിഷിക്തനായ യേശു മരണത്തെ ജയിപ്പാനിടയായി തീർന്നു. ശത്രുവിന്റെ മൂർച്ചയുള്ള ആയുധത്തിന്റെ മുമ്പിൽ അഭിഷിക്തനായ ക്രിസ്തു പരാജയപ്പെട്ടില്ല. ശത്രുവിന്റെ മൂർച്ചയുള്ള ആയുധത്തിന്റെ മുമ്പിൽ അഭിഷിക്തനായ ക്രിസ്തു പരാജയപ്പെടുകയല്ല ചെയ്തത്. കാൽവറി ക്രൂശ് അവന്റെ ജീവിതത്തിന് അനുഗ്രഹത്തിനും, കാൽവറി ക്രൂശ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിനും വിടുതലിന് കാരണമായി തീരുവാനിടയായി തീർന്നു. എപ്രകാരം യേശു ഈ കാൽവറി ക്രൂശിനെ ജയിച്ചോ, എപ്രകാരം യേശു തന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലത്തെ ജയിച്ചോ, അതുപോലെ ക്രിസ്തുവിൽ പണിയപ്പെട്ട അഭിഷിക്തൻ ഒരു താമര മതില് പോലെ നിന്ന് ഈ ആയുധങ്ങളെയൊക്കെയും തകർത്ത് കളയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ പരിപാലിച്ചതുപോലെ, അവൻ ദാവീദിനെ പരിപാലിച്ചതുപോലെ, ദാവീദ് ബലപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ശത്രുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നീ ബലഹീനനായി പോകരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, ശത്രുവിന്റെ വാക്കുകളെന്ന ആയുധങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്
ആ വാക്കുകൾ എന്ന ആയുധത്തിന്റെ മുമ്പിൽ നിന്നെ പരാജയപ്പെടുത്താതെ വണ്ണം ആ കർത്തവ്യങ്ങളിലേക്ക് നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമോ? ദാവീദിനെ വെടിവെച്ച ദൈവം നിന്റെയും വെടിവെപ്പാൻ ശക്തനായ ദൈവമാ. ദാവീദിനെ കരുതിയ ദൈവം നിന്റെയും കരുതുവാൻ ദൈവം ശക്തനായ കർത്താവാ. ദാവീദിന് സിയോൻ കോട്ട കൊടുത്തതുപോലെ അവൻ നിനക്ക് വേണ്ടി വാഗ്ദത്ത ദേശത്തെ തരുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയ ദാവീദിനല്ല സിയോൻ കോട്ട കൊടുത്തത്. ശത്രുവിന്റെ മുമ്പിൽ അവൻ ബലത്തോടെ നിന്ന് ദാവീദിന് സിയോൻ കോട്ട കൊടുത്തത്. അങ്ങനെയെങ്കിൽ ശത്രു നിന്റെ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ശത്രുവിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന ദൈവം ഇത് നല്ല വാഗ്ദത്ത ദേശം കൊടുക്കുന്നത്. ശത്രുവിന്റെ മുമ്പിൽ ബലത്തോടെ നിന്ന് ശത്രുവിനെ പൊരുതി കീഴ്പ്പെടുത്തുന്ന ഒരുവനാ വാഗ്ദത്ത ദേശം. നിത്യജീവൻ ക്രിസ്തുവിനോടൊപ്പം വാഴുവാൻ ഒരു അവസരം ലഭിക്കുന്നത്. ആ വാഗ്ദത്ത ദേശത്തെ പ്രാപിക്കണമോ? ഇന്ന് പകൽക്കാല ശത്രുവിന്റെ മുമ്പിൽ നീ ബലത്തോടെ നിൽക്കുക. ഈ വാഗ്ദത്ത ദേശത്ത് നിനക്ക് പ്രാപിക്കണമോ? ശത്രുവിനെ നീ കീഴ്പ്പെടുത്ത്. ഈ വാഗ്ദത്ത ദേശത്തിന് നിനക്ക് അവകാശിയായി തീരണോ? ശത്രുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ നീ പരാജയപ്പെടാതെ വണ്ണം ഇന്ന് പകൽക്കാലം നീ ബലത്തോടെ നിന്ന് ക്രിസ്തുവിനെ ആരാധിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ദാവീദിന് സിയോൻ കോട്ട കൊടുത്തതുപോലെ ദൈവപൈതലേ നിനക്കും ഒരു വാഗ്ദത്ത ദേശമുണ്ട്. പകൽക്കാലം നമുക്ക് ആ വാഗ്ദത്ത ദേശം പ്രാപിക്കണ്ടേ? നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വാഗ്ദത്ത ദേശം പ്രാപിക്കണ്ടേ? ജാതികൾ നിരൂപിക്കുന്നത് വ്യർത്ഥമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വംശങ്ങൾ നിനക്ക് വിരോധമായി കടന്നു വരുന്നത് വ്യർത്ഥമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അധിപതികൾ, രാജാക്കന്മാർ നിനക്ക് വിരോധമായി എഴുന്നേൽക്കട്ടെ. ദൈവ പൈതലേ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാം വാക്യം പറയുക, നാം അവരുടെ കെട്ടികളെ പൊട്ടിച്ചെറിഞ്ഞു കളക എന്ന് ജാതികളും വംശങ്ങളും പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെങ്കിലും കെട്ടാൻ പോയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ നിന്റെ പ്രാർത്ഥന ചിലതിനെയൊക്കെ കെട്ടുന്നതാ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ നിന്റെ പ്രാർത്ഥന ശത്രുവിനെ ബന്ധിച്ചു കളയുന്ന ചിലതാണെന്ന്. ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം നീ ആരാധിപ്പാൻ തയ്യാറാണോ? നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന മുഴങ്ങുന്നുവെങ്കിൽ ഹല്ലേലൂയ, അത് ശത്രുവിന് മുമ്പോട്ട് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം നിനക്ക് വിരോധമായി കടന്നു വരുന്ന ശത്രുവിനെ അത് ബന്ധിച്ചു കളയുവാൻ ഇടയായി തീരുമെന്ന്. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രു അല്ല വലുത്, നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവാ വലുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുക, ജാതികൾ, വംശങ്ങൾ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. നാം അവരുടെ കയറുകളെ പൊട്ടിച്ചെറിഞ്ഞു കളക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ബലമുള്ളവനാണോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു ബലഹീനനാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്നാ വെച്ചാ അവരെ കെട്ടിയിരിക്കുന്നേ? ഹല്ലേലൂയ. കയറ് വെച്ചാ കെട്ടിയിരിക്കുന്നേ. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടപ്പാനിടയെ തീർന്നു. എങ്ങനെയാ ബന്ധിച്ചത്? പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ എങ്ങനെയാ ബന്ധിച്ചത്? ചങ്ങലകളാലല്ലേ ബന്ധിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കൾ ശത്രുവിനെ ബന്ധിക്കുന്നത് എങ്ങനെയാ? കയറു വെച്ചാ. എന്നാൽ ഹല്ലേലൂയ, പത്രോസിനെ ബന്ധിച്ചത് എപ്രകാരമാ? ചങ്ങല വെച്ചാ ബന്ധിച്ചത്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, അഭിഷിക്തൻ ആരാണെന്ന് ശത്രുവിനറിയാം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രു നിസാരനാ. എന്നാൽ ശത്രുവിനറിയാം എന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവവേദന ബലമുള്ളവനാണെന്ന് ആർക്കറിയാം? ശത്രുവിനറിയാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ശത്രു വാക്കുകൾ കൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കത്തുള്ളൂ. ആ ശത്രു വാക്കുകൾ കൊണ്ട് നിന്നെ വ്രണപ്പെടുത്താൻ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ വാക്കുകൾക്ക് മുമ്പിൽ ദൈവവേദന നീ പരാജയപ്പെടാതെ വണ്ണം നിന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുക. അവൻ നിന്നെ വിടുവിക്കുന്ന കർത്താവാ. അവൻ നിനക്ക് വാഗ്ദത്ത ദേശത്തെ തരുന്ന കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.